ബാരാമതിയിൽ അജിത് പവാർ, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ സഞ്ചരിച്ചിരുന്ന വിമാനം ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അത് ചിന്നിച്ചിതറിക്കിടക്കുന്ന ദൃശ്യങ്ങൾ, ആദ്യ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സ്വകാര്യ വിമാനമാണ് തകർന്നതെന്നും 6 പേരാണ് അജിത് പവാറിനൊപ്പം ഉണ്ടായിരുന്നത് എന്നുമുള്ള അനൌദ്യോഗിക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഒപ്പം അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ആ പ്രദേശത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഈ വിമാനം തകർന്നു വീഴുന്നതിനിടെ അവർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? ഇതെന്തായിരുന്നു ഇതിന് സംഭവിച്ചത്? സാങ്കേതിക തകരാറാണോ, സുരക്ഷാ വീഴ്ചയാണോ എന്നതടക്കമുള്ള വലിയ ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യമാണ്. പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനം ആ വിമാനത്തിൽ ഉണ്ടായിരുന്നവരുടെ ആരോഗ്യനില സംബന്ധിച്ച് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരും നിമിഷങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ്. അത് ഔദ്യോഗികമായി തന്നെ അറിയിക്കേണ്ടതാണ്. ഇപ്പോൾ അനൌദ്യോഗികമായി പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 6 പേരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അജിത് പവാറിന്റെ ബോഡി ഗാർഡുകളും ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ, ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്, ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് രാവിലെ തന്നെ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. വിമാനം റൺവേയിൽ ഇടിച്ച് തെന്നിമാറിയാണ് അപകടം എന്ന രീതിയിലൊക്കെയുള്ള അനൌദ്യോഗികമായ വിവരങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അശ്വതി, അജിത് പവാർ മരിച്ചു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്ത, ഈ മണിക്കൂറിലെ രാജ്യത്തെ പിടിച്ചുകുലുക്കുന്ന വാർത്ത എന്ന് വേണം നമുക്ക് പറയാൻ. അതിസങ്കടകരമായ വാർത്തയാണ്. വിമാന അപകടത്തിൽ അജിത് പവാർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്ന് ബാരാമതിയിലേക്ക്, മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് പാർട്ടി മീറ്റിംഗിന് പങ്കെടുക്കാൻ പോകുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ബാരാമതിയിലേക്ക് ഒരു സ്വകാര്യ വിമാനത്തിലാണ് സഞ്ചരിച്ചിരുന്നത്. അദ്ദേഹം ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള അതിദാരുണമായ, സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. അദ്ദേഹം ഈ കൊല്ലപ്പെട്ട 6 പേരിൽ ആ പ്രദേശവാസികളുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും അജിത് പവാറും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളും ഒരു വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള അതിദാരുണമായ വാർത്ത ഈ മണിക്കൂറിൽ നമുക്ക് പുറത്ത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടി വരുന്നു. ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ്. അജിത് പവാർ വിമാനാപകടത്തിൽ അന്തരിച്ചു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. ബാരാമതിയിലായിരുന്നു ആ വിമാനാപകടം ഉണ്ടായിരുന്നത്. നമ്മൾ ആദ്യ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് വിമാനം പൂർണ്ണമായും തകർന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ അവശിഷ്ടങ്ങൾ മാത്രമാണ്. അതേസമയം അജിത് പവാർ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി എന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നതെങ്കിൽ ഇപ്പോൾ ഏറ്റവും ദുഃഖകരമായ വാർത്ത, അദ്ദേഹം ആ വിമാനാപകടത്തിൽ മരിച്ചു, നോ മോർ എന്ന വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. അതിദുഃഖകരമായ വാർത്ത. 6 പേരാണ് അജിത് പവാറിനൊപ്പം ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം അടക്കമാണോ അത് എന്നുള്ളത് നമുക്ക് അറിയണം. 6 പേരും മരിച്ചു എന്ന വാർത്ത വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. എന്താണ് ഈ അപകടത്തിന്റെ കാരണമെന്ന് അറിയേണ്ടതുണ്ട്. അത് സാങ്കേതിക തകരാറ് കൊണ്ടാണോ വിമാനം താഴേക്ക് പതിച്ചത് എന്നറിയണം. എന്തായാലും ലാൻഡിങ്ങിനിടെയാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ്. അശ്വതി, ബാരാമതിയിൽ പ്രധാനമായും 4 പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് യാത്ര തിരിച്ചത്. ചാർട്ട് ചെയ്ത ഒരു സ്വകാര്യ വിമാനത്തിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവരും സഞ്ചരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ബാരാമതിയിൽ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതിൽ അദ്ദേഹവും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളും മരിച്ചു, അജിത് പവാർ അന്തരിച്ചു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്ത നമുക്ക് ഈ മണിക്കൂറിൽ പങ്കുവെക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്, ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളും മരിച്ചു. ആരൊക്കെയാണ് ഒപ്പം ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കിനി വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ കൂട്ടത്തിൽ മരിച്ചവരിൽ ഏതെങ്കിലും പ്രദേശവാസികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. മാത്രമല്ല, ഇതിൽ വിമാനത്തിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും രക്ഷപ്പെട്ടോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ കാര്യത്തിലടക്കം നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. അദ്ദേഹത്തിനൊപ്പം സഞ്ചരിച്ചിരുന്ന 6 പേർ മരിച്ചു എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ കൂടുതൽ ആളുകൾ ആ വിമാനത്തിലുണ്ടായിരുന്നു. അതിൽ ആരെങ്കിലും രക്ഷപ്പെട്ടോ എന്നുള്ള കാര്യം നമുക്ക് വരുന്ന മണിക്കൂറുകളാണ് അറിയാൻ കഴിയുക. എന്തായാലും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത് എത്രത്തോളം ഗുരുതരമായ, എത്രത്തോളം ആഘാതകരമായിട്ടുള്ള ഒരു അപകടമായിരുന്നു എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമായിരുന്നു. BJPയെ സംബന്ധിച്ച്, NDA സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയാണ് അന്തരിച്ചിരിക്കുന്നത്. വിമാനാപകടത്തിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളത് മഹാരാഷ്ട്രയിലെ സർക്കാരിനെ സംബന്ധിച്ച് അതിനിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരുന്ന BJPയുടെ ഏറ്റവും വലിയ NDAയുടെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായിരുന്ന NCP ഘടകത്തിൻ്റെ ഏറ്റവും
ഏറ്റവും വലിയ നേതാവായിട്ടുള്ള അജിത് പവാർ ഇപ്പോൾ ഇത്തരം അകാലത്തിൽ പൊലിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ സംബന്ധിച്ച് തന്നെ ഏറ്റവും വലിയൊരു നഷ്ടമായി തന്നെ ഇത് കണക്കാക്കപ്പെടും, ചരിത്രത്താളുകളിൽ എഴുതപ്പെടുമെന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിലടക്കമാണ് ഇനി അന്വേഷണം വരേണ്ടത്. എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലുണ്ടായ സംഭവം? വിമാനത്തിൻ്റെ തകരാറായിരുന്നു, ലാൻഡിങ്ങിൽ സംഭവിച്ച പിഴവായിരുന്നു, അല്ലെങ്കിൽ കാലാവസ്ഥ എന്തെങ്കിലും പ്രതികൂലമായി നിന്നതുകൊണ്ട് സാഹചര്യമായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇനി അന്വേഷണത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്നിരുന്നാൽ പോലും അജിത് പവാർ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി, മഹാരാഷ്ട്രയുടെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായിട്ടുള്ള മുൻനിര നേതാക്കളിൽ ഒരാളായിട്ടുള്ള അജിത് പവാർ ഓരോ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയപരമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന നേതാവാണ് അജിത് പവാർ. പാർട്ടിയുടെ ഏറ്റവും തലതൊട്ടപ്പനായിട്ടുള്ള നേതാവായിരുന്നു അജിത് പവാർ. അദ്ദേഹമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിമാന അപകടത്തിൽ പൊലിഞ്ഞു പോയിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവൻ പൊലിഞ്ഞു പോയിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ പേരെടുത്ത ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന നേതാക്കന്മാരിൽ ഒരാളായിരുന്നു അജിത് പവാർ എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ വിയോഗം രാജ്യത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു.